ഓക്കെ അല്ലേ? ചേർത്തു ശശികല ചാർത്തിയ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. നാളെ ഓഗസ്റ്റ് 15 എല്ലാവർക്കും അവധിയായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞാൻ നേരുന്നു. ഇത് മിക്കവാറും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് വരുന്നത്, എന്നാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങളിൽ പലരെയും പോലെ ഞാനും ഓഗസ്റ്റ് 16 അങ്ങോട്ട് ലീവ് എടുത്തു. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് കുറച്ചൊരു 3-4 ദിവസം അവധി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ട, നമുക്ക് ബാംഗ്ലൂരേക്ക് വിട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സാഡാണോ? സാഡാണോ കുട്ട? നിങ്ങൾ ഇനി മൺഡേ കാണും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്രാവശ്യം പോകുന്നത്. എനിക്ക് വിഷമമൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് വിഷമമുണ്ട് സത്യമായിട്ടും. പക്ഷെ ഞാൻ സത്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് കുറേ ദിവസമായിട്ട് ഇവിടെ ഇരുന്നിരുന്ന് മടുത്തായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, നമ്മുടെ കസിൻസും അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടാണ് ചെറിയ പ്ലാനൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. ഇതൊരു ചെറിയ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബാംഗ്ലൂർ വ്ലോഗായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ രാവിലെയാണ് നമ്മൾ ബാംഗ്ലൂർ എത്തുന്നത്. അവളും നാളെ രാവിലെ എത്തും. അപ്പോൾ ടാറ്റാ. ഉടുപ്പിയിൽ നിന്നും ബാംഗ്ലൂരേക്ക് ഏകദേശം ഒരു 8 to 9 hours ആണ് ജേർണി ഉള്ളത്. എൻ്റെ ബസ് 9:45 രാത്രിയിൽ. ഒരു സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഉടുപ്പി ബസ് സ്റ്റാൻഡിലെത്തി. അന്നേരം നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. എന്നെ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. പാവം നിൽക്കുന്നത് കണ്ടാൽ നല്ല വിഷമമൊക്കെ വരും. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് എന്നെ കയറ്റിവിടാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വിഷമമുള്ള പോലത്തെ ഒരു ഭാവത്തിലൊരു നിപ്പുണ്ട്. ഞങ്ങൾ പൊതുവേ അങ്ങനെ രണ്ടുപേരും മാറി നിൽക്കാറില്ല. അതുകൊണ്ടായിരിക്കും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും മാറുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് മഴ കൂടുന്നുണ്ടായിരുന്നതുകൊണ്ട് ബസ് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു ഞാൻ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബസ്. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല കംഫർട്ടബിൾ സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് 1-2 വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് എപ്പോഴോ ഉറങ്ങിപ്പോയി. എനിവേസ് രാവിലെ ഒരു 6:45-7 മണിയോടെ അടുത്താണ് ബസ് ബാംഗ്ലൂർ എത്തിയത്. എനിക്ക് പോവേണ്ടത് വൈറ്റ് ഫീൽഡ് ഡയറക്ഷനിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ മെജസ്റ്റിക്കിൻ്റെ അവിടെ ഇറങ്ങി ഒരു ഊബർ എടുത്തിട്ടാണ് പോയത്. കുറേ നാൾ കൂടിയിട്ട് ബാംഗ്ലൂർ വന്നിട്ട് നല്ലൊരു ഫീലായിരുന്നു. പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ 7:30 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദാ കസിൻ്റെ ഫ്ലാറ്റിലെത്തി. ഒന്നിരുന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും ഒരാളും കൂടെ എത്തി. ഇവളെ പിന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ പല വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം തല കാണിച്ചിട്ടുള്ള ആളാണ്. ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ കത്തിയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്യുന്നത്? സ്നാപ്ചാറ്റാണോ? അതെ അതെ. ഹേറ്റ് മീനോ? ഹെൽപ്പ് മീ. എങ്ങോട്ടാണ് പോകുന്നത്? മുടി വെട്ടാൻ പോകുന്നു. അങ്ങനെ 16th മോർണിംഗ് ഞാനും ശ്രീയും കൂടിയിട്ട് ഹെയർ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഇറങ്ങി. 3ാമത്തെ ആൾക്ക് അന്ന് വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. മുടി വെട്ടണം, മുടി കളർ ചെയ്യണം. ആർക്ക്? എനിക്കല്ല, ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതൊക്കെ അവിടെ ചെന്നിട്ട് മൂഡ് പോലെ. നല്ല വെയിലില്ല, എന്നാ വെയിലില്ല, പക്ഷെ കണ്ണു തുറക്കാൻ പറ്റില്ല. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹെയർ കട്ട് ചെയ്തതും കളർ ചെയ്തതും എല്ലാം മണിപ്പാലൊരു ഷോപ്പിലായിരുന്നു. ഹെയർ കട്ട് എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഹെയർ കളർ ചെയ്തത് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്ന ബലായജായിരുന്നു. അവർ ഹൈലൈറ്റ്സ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു മനസ്സിനൊരു തൃപ്തി ഇല്ലായിരുന്നു. ഹെയർ കളർ ചെയ്യുന്നതേ മുടിക്ക് കേടാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ കൂടെ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ മനസ്സിൻ്റെ ഒരു തൃപ്തി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ബാംഗ്ലൂർ വന്നതല്ലേ, എന്നാൽ കളറങ്ങ് മാറ്റിയേക്കാം എന്ന് വിചാരിച്ചു. ഷോൾഡർ വരെയല്ലേ നീ ആക്കാൻ പോണേ? ഒരു പേടി. ഇത്ര ആക്കിയാലോ? എത്ര? ഈ പ്രാവശ്യം ഞങ്ങൾ വൈറ്റ് ഫീൽഡിലുള്ള ബൗൺസിലാണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദ്രാനഗറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കിട്ടൂല്ലേ? അന്നും ഇങ്ങനെ തന്നെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അതാറായോ? അവൾ നേരത്തെ ഹെയർ കട്ട് എങ്ങനെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതുകൊണ്ട് വലിയ സമയമൊന്നും എടുത്തില്ല അതൊന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പക്ഷേ പ്രത്യേകിച്ച് കളർ ഏതിലോട്ട് മാറ്റണം എന്ന് ഡിസൈഡ് ചെയ്യാതെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ അവൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ എപ്പോഴും മുടിയിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. ഹെയർ കട്ട് ചെയ്യണമെങ്കിലും ഒത്തിരി ഷോർട്ട് ആക്കണ്ടെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു ട്രിപ്പ് വരുന്നുണ്ട്, അതിന് കുറച്ച് ലോങ് ഹെയർ വേണം എന്നാണ്. അപ്പോൾ അത് എന്തായാലും ഷോർട്ട് ആക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ കളർ എന്ത് വേണമെന്ന് അപ്പോഴും തീരുമാനമായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്തതിന് മുമ്പ് ചെയ്ത ആ ഒരു ഷെയ്ഡുമായിട്ട് സിമിലർ ആയിട്ടുള്ള 1-2 ഷെയ്ഡ് ഞാൻ അവരോട് ട്രയലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോ സ്ട്രിപ്പ് എടുത്തിട്ട് രണ്ടും എന്നെ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് അതിലേതാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്തു. ഞാൻ ഏത് കളർ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് വന്നപ്പോഴേക്കും അവളുടെ ഹെയർ വാഷും കഴിഞ്ഞു, ഹെയർ കട്ടും കഴിഞ്ഞു. പിന്നെ വെറുതെ കുറേ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഹെയർ കളറും കൂടെ അങ്ങ് ചെയ്തു. അപ്പോഴേക്കും ഞാൻ കളറൊക്കെ ഡിസൈഡ് ചെയ്തു. സൈഡിൽ കൂടെ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഹെയർ വാഷ് ഇല്ലായിരുന്നു, എന്താണെന്നോ. ഏതായാലും ഹെയർ കട്ട് ചെയ്തു. പിന്നെ കട്ട് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് കുറച്ചും കൂടെ ഷോർട്ടാക്കണമെന്ന് തോന്നിയിട്ട് ഒരല്പം കൂടെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഷോർട്ടാക്കി. ഇതായിരുന്നു അവളുടെ ഫൈനൽ ലുക്ക്. ഹെയറും കട്ട് ചെയ്തിട്ട് അവൾ ഹൈലൈറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളുടെ കണ്ടപ്പോഴേക്കും എനിക്ക് വീണ്ടും ഷോർട്ട് ആക്കണം എന്നൊക്കെ തോന്നി. പക്ഷേ നമുക്ക് വേറെ പ്ലാൻസ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്കിന് ഷോർട്ട് ആക്കുന്നില്ല. അവളുടെ എല്ലാ പരിപാടിയും വേഗം കഴിഞ്ഞു. എൻ്റെ പക്ഷെ ഭയങ്കര ഡിലേ ആയിരുന്നു. ഏതായാലും ഞാനിവിടെ ഹെയറൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവളെല്ലാവർക്കും ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയില്ലേ അവളുടെ കാണാൻ. അവരിടയ്ക്കൊരു കോഫിയൊക്കെ കൊണ്ടു തന്നായിരുന്നു. അതും എല്ലാം കുടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവസാനം എൻ്റെ ഹെയർ വാഷ് ചെയ്യിപ്പിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹെയർ വാഷ് ചെയ്തിട്ട് അവർ ഹെയർ സെറ്റ് ചെയ്ത് തരുന്നത് ഭയങ്കര അടിപൊളിയല്ലേ അവർ ഹെയർ സെറ്റ് ചെയ്ത് തരുമ്പോൾ. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ചെയ്ത കളറുമായിട്ട് ഏകദേശം സാമ്യമുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ഈ പ്രാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുള്ളങ്ങ് കളറ് വന്നിട്ടുമില്ല, എന്നാൽ നല്ലതായിട്ട് ബ്ലെൻഡായിട്ട് പോയിട്ടുള്ള പോലെ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് കളർ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ഡിൻ്റെ പേരെന്താണെന്ന്. ഇപ്രാവശ്യം അതുകൊണ്ട് ശരിക്കും മനസ്സിൽ വിചാരിച്ചിരുന്നതാണ് ഷെയ്ഡിൻ്റെ പേര് ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. പക്ഷേ സത്യമായിട്ട് മറന്നുപോയി കേട്ടോ. അവിടെ ഒരു ഷെയ്ഡ് നമ്പേഴ്സായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ ആ ഒരു കാറ്റലോഗിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാം കാണിച്ച് റെഫറൻസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ മഞ്ഞ കളർ അത് വെയിൽ എക്സ്പോഷർ ഇവിടുന്ന് കുഴപ്പമില്ല. എൻ്റെ മറ്റേ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരുന്നതിൻ്റെ മുന്നത്തെ ഏകദേശം ആ ഷെയ്ഡ് തന്നെ അല്ലേ. പക്ഷെ ഇത് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താ പറയുക, മറ്റേത് എനിക്ക് തോന്നുന്നത് താഴ്ഭാഗം ഫുൾ ഉണ്ടായിരുന്നു. ഇവർ കുറച്ച് ബ്ലാക്കും വെച്ചു. ഇതെനിക്കിഷ്ടമായി. എൻ്റെ ഭയങ്കര ഇഷ്ടമായി. കളർ കാണുന്നില്ല. അങ്ങനെ ഹെയർ കട്ടും കളറിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ആകെ ഒരു കോഫിയാണ് നമ്മൾ അതിനിടയിൽ കുടിച്ചത്. അപ്പം അധികം പ്രത്യേകിച്ച് വേറെ സ്ഥലമൊന്നും തപ്പിപ്പോയില്ല. ഈ സലൂണിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ച് കഴിക്കാൻ. മീറ്റിങ്ങിന് റോഡിൽ വന്ന് കുറ്റ തുറന്നിട്ട് ഓടും. അപ്പം നീ ഇങ്ങോട്ട് നോക്കി മറ്റേ അതൊരു ടൂണുണ്ടല്ലോ. ഇത്ര നേരം ഇല്ല വരുന്നുണ്ട്. ചപ്പലിൻ്റെ സൗണ്ട്. ആ ശരി. പിന്നെ അധികം നേരം ഞങ്ങൾ വീട്ടിൽ നിന്നില്ല. ഒന്ന് ഫ്രഷായി ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് വെറുതെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങളൊരു മോളിലേക്ക് പോയി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മോൾ ഓഫ് ഏഷ്യയിൽ പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഫീനിക്സ് മോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ നേരം അതുവഴിയൊക്കെ നടന്ന് വലഞ്ഞതുകൊണ്ട് 3 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. പേടിച്ചു തോന്നുന്നു. ഇത് നമുക്ക് നമ്മൾ പറയുമായിരുന്നു ബ്രക്കോളി ആൻഡ് റോക്കറ്റ് അത് കഴിച്ചിട്ടില്ല. നമ്മളെ 3 പേരും ബ്രക്കോളി ഇഷ്ടമുള്ളവരല്ലേ? അപ്പം അത്
ഞങ്ങൾ ആദ്യം ഒരു ബീട്രൂട്ട് ചീസ് ചോപ്സ് ആണ് ഓർഡർ ചെയ്തത്. ബീട്രൂട്ടും ചീസും ഒക്കെ വെച്ചിട്ട് ഒരു കബാബ് പോലെ ഇരുന്നു, നല്ല ഇഷ്ടമായി. പിന്നെ ഓർഡർ ചെയ്തത് ഈ ഐറ്റം ആണ്, പാലക് ക്രിസ്പ് വിത്ത് ആപ്പിൾ കോൺ സാൽസ. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ഓർഡർ ചെയ്ത പിzzയും വന്നു. കുടിക്കാനായിട്ട് 3 ഐറ്റംസ്, ഒരു ടെൻഡർ കോക്കനട്ട് ബെറി പഞ്ച്, ഒരു വാട്ടർമെലൺ മിൻറ്റ് ബ്ലോസം ആൻഡ് 1 ഹൈഡ്രേറ്റിംഗ് ബൂസ്റ്റർ. അങ്ങനെ ഒരു ഗംഭീര ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന വഴി ക്യാബിലിരുന്ന് തുടങ്ങിയ കത്തിയടിയാണ് വീട്ടിൽ ചെന്നത് തുടർന്നു. അങ്ങനെ ഞങ്ങൾ കിടന്നപ്പോഴത്തേക്കും ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. നെക്സ്റ്റ് ഡേ ഞങ്ങളൊരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങോട്ടുമല്ല, ബന്നാർഘട്ടയിൽ ഒരു ക്യാമ്പിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കായിരുന്നു യാത്ര. എടാ എങ്ങോട്ടാണ്? ഞാൻ ക്യാമ്പിന് പോകും. എവിടെയാണ്? കസിൻ്റെ വീട്ടിൽ നിന്നും ഈ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ട്രാവലാണുള്ളത്. തലേ ദിവസം ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എഴുന്നേൽക്കാനൊക്കെ താമസിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ടൈം 1 മണിയായിരുന്നു. ഞങ്ങളൊരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്ഥലത്തെത്തി. അയ്യോ നല്ല വെയില്. ഇത് മറ്റേ കപ്പിൾ ടെൻ്റ് ആയിരിക്കും അല്ലേ? ഞങ്ങൾ ചെന്നു, നേരെ ലഞ്ച് കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ടെൻറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് 4 പേർക്ക് പറ്റുമല്ലോ. പാട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല ബ്രൗൺ ആയി അമ്മിന്റെ ഹെയർ. നല്ല ചൂട്. ഹാട്ട്. ഈ ഒരു ക്യാമ്പിംഗ് കൊണ്ട് ഞങ്ങൾ പഠിച്ച ഒരു പാഠമാണ്, ചൂടുള്ള സമയത്ത് ഇങ്ങനെ ടെൻറ്റ് സ്റ്റേ ഒന്നും എടുക്കരുത്. എടുക്കുവാണെങ്കിൽ AC ഉള്ള എന്തെങ്കിലും എടുക്കാവുള്ളൂ. ഇത് നമ്മൾക്ക് ചൂടെടുത്തിട്ട് അതിനകത്ത് കയറാൻ വയ്യായിരുന്നു, നല്ല പുഴുങ്ങി കിട്ടുമായിരുന്നു, അത്ര ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. ഇഷ്ടായോ? കൊള്ളാം, ചൂട് സഹിക്കാൻ വയ്യ. പക്ഷെ ചൂടില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? സത്യം, ഭയങ്കര ചൂട്. കേരളമൊക്കെ മൂന്നാറ് ഫുള്ള്. സത്യം, കേരളത്തിന്റെ കേരളത്തില് ബാംഗ്ലൂരായിട്ടേ തോന്നുന്നില്ല ചൂട്. അതാണ് നമ്മളുടെ സ്റ്റേ ഫോർ ദ ഡേ. ശില്പാനസ് വേർത്തു. അങ്ങനെ ഒരുവിധം ഒരു 5-5:30 വരെ ഞങ്ങൾ സമയം തള്ളി നീക്കി. അതിനുശേഷം ചായ കുടിക്കാൻ വേണ്ടി അവിടെ പോയി. അവിടുന്ന് 2 കൊമ്പൂച്ചയൊക്കെ വാങ്ങി കുറച്ച് ഗെയിംസ് ലൈക്ക് ജങ്കയൊക്കെ കളിച്ച് ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരുന്നു. അവിടെയായിരുന്നു ആകെ ഫാൻ ഉണ്ടായിരുന്നത്. സംഭവം സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു. കൊച്ചു പിള്ളേർ മുതൽ പ്രായമായവർ വരെ, അതായത് ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ചൂട് ഒരു തരത്തിലും സഹിക്കാൻ മേലായിരുന്നു. അങ്ങനെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് ഗെയിംസൊക്കെ കളിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. ചായയുടെ കൂടെ അനിയൻ പക്കോടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ഞങ്ങളുടെ ടെൻറ്റിൻ്റെ അവിടെ അടുത്തുള്ള ടേബിളിൽ പോയിരുന്ന് കുറേ നേരം കത്തിയടിച്ച് ആ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിവൃത്തികേട് കൊണ്ട് പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഫാൻ കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു വകുപ്പും ഇല്ലായിരുന്നു അവിടെ. പക്ഷെ വെയിലാറി കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം ആകെ ഒന്ന് തണുത്ത് തുടങ്ങി. സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ക്ലൈമറ്റായി മാറി. സത്യം പറഞ്ഞാൽ അത്രയും നേരം ഞങ്ങൾ പൈസ വെറുതെ വേസ്റ്റായി പോവല്ലോ എന്നോർത്തൊരു വിഷമത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈവനിങ് ആയപ്പോഴേക്കും ആ ഒരു ഒപ്പീനിയൻ പതുക്കെ മാറി വന്നു. എസ്പെഷ്യലി ആ തണുപ്പ് വന്ന് തുടങ്ങി. പിന്നെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കിടിലൻ വൈബായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ പാട്ടൊക്കെ കേട്ടു, പാട്ടൊക്കെ പാടി. പിന്നെ ഡിന്നറിന് നമ്മൾ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു. അങ്ങനെ രാത്രി ഫുൾ കുറേ നേരം ഇരുന്ന് കത്തിയടിച്ചു.
തലേദിവസം രാത്രിയിൽ ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് ലേറ്റായിട്ടാണ് കിടന്നതെങ്കിലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ടെൻറ്റിനകത്ത് ചൂട് വരുന്നതിന് മുമ്പേ എഴുന്നേറ്റ് സ്ഥലം കാലിയാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് ഒതുക്കി പാക്ക് ചെയ്തതിന് ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എണ്ണിക്കാൻ തോന്നണില്ലായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ക്യാമ്പിംഗ് സൈറ്റിനോട് ബൈ പറഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലെത്തി. അങ്ങനെ ഫ്ലാറ്റിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും ഇവൾക്ക് പോകാറായിട്ടുണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം അവൾ ബൈ പറഞ്ഞു. അന്നേ ദിവസം രാത്രിയിൽ, അതായത് സൺഡേ നൈറ്റ് 9 മണിക്കായിരുന്നു എനിക്ക് റിട്ടേൺ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെമ്പഗൌഡ BS ടെർമിനൽ 2Aയിൽ നിന്നായിരുന്നു എനിക്ക് റിട്ടേൺ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഡിന്നറൊക്കെ കഴിച്ച് 8:30 ആകുമ്പോൾ നമ്മളെ ഡ്രൈവർ വിളിക്കുമ്പോഴാണ് അറിയുന്നത് കെമ്പഗൌഡ BS ടെർമിനൽ 2A എന്ന് പറയുന്നത് മെജസ്റ്റിക് ബസ് സ്റ്റോപ്പിൻ്റെ പേരാണെന്ന്. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ബസ് മിസ്സായി. അങ്ങനെ ഞാൻ തിരിച്ച് കസിൻ്റെ കൂടെ ഫ്ലാറ്റിൽ പോയി. എനിക്ക് പിറ്റേ ദിവസം, അതായത് മൺഡേ നൈറ്റ് 10 മണിക്കത്തെ ബസ് വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ദിവസം കൂടെ ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം മൺഡേ രാത്രി 10 മണിക്ക് ഞാൻ ബസ് കയറി. അങ്ങനെ നമ്മളുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഫൈനലി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വീട്ടിൽ പോകേണ്ടിയിരുന്ന ഞാനാണ് ചില കാരണങ്ങളാൽ എനിക്ക് ബസ് മിസ്സായിട്ട് ഒരു ദിവസം കൂടെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആക്ച്വലി ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് 9 മണിക്കായിരുന്നു ബസ് ടൈം. അപ്പോൾ അതിനകത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞിരുന്നത് കെമ്പഗൌഡ BS ടെർമിനൽ 2A അങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എയർപോർട്ടിൽ നിന്നായിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിന് മുന്നേ ബാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പിക്ക് പോയപ്പോൾ എയർപോർട്ടിൽ നിന്നായിരുന്നു ബസ്. പിന്നെ കസിൻസ് ഉടുപ്പിക്ക് വന്നപ്പോഴും എയർപോർട്ടിൽ നിന്നായിരുന്നു ബസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു പ്രോസസ്ഡ് ആയിരുന്നു മൈൻഡ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ 8:30 ആകുമ്പോൾ നമ്മളെ വിളിക്കുമല്ലോ ഇവർ സീറ്റ് കൺഫേം ചെയ്യാൻ. അങ്ങനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് മെജസ്റ്റിക് ബസ് സ്റ്റോപ്പിനെയാണ് ഇവിടെ കെമ്പഗൌഡ BS ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പിന്നെ അത് ബസ് മിസ്സായി. അതാണ് ഇന്നലെ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കസിൻസിൻ്റെ കൂടെ വീണ്ടും അവരുടെ അടുത്ത് തന്നെ പോയി. ഒരു ദിവസം കൂടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഇന്നിപ്പം നമ്മൾ വെറുതെ ഇരുന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഡിന്നറും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ അവർ ഡ്രോപ്പ് ചെയ്തു. ഏതായാലും ബസ്സൊക്കെ കിട്ടി. ഇന്ന് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിൽ ഇപ്പം അധികം ആളൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് സംസാരിച്ചേക്കാന്ന്. ഇപ്പം ഞാൻ KSRTCയുടെ ഫ്ലൈ ബസ്സിനകത്താണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ബാക്കിലൊരു ടോയ്ലറ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. രാത്രിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ടല്ലോ, എസ്പെഷ്യലി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ ഒരു പേടിയുണ്ട് ചെറുതായിട്ട്. ലൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ രാത്രിയിൽ ട്രാവൽ ചെയ്യുമ്പം ചെറിയൊരു പേടിയുണ്ട്. എന്താ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇൻഡിപെൻഡൻസ് ഡേ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ ആ ഒരു പേടി നമുക്ക് ഉണ്ട് എന്ന് പറയുമ്പം നമ്മളൊന്നും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാളെ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഉടുപ്പി എത്തും അങ്ങനെയാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ ഇനിയൊന്നുമില്ല, കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണാം. എമിലി ഇൻ പാരീസ് ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അത് കാണണം കുറച്ച് നേരം, പിന്നെ ഉറങ്ങാം. രാവിലെ ആകുമ്പോഴത്തേക്കും ഉടുപ്പി എത്തും. നാളെ ചെന്ന ഉടനെ വർക്കിന് കയറണം. കുഴപ്പമില്ല, കുറേ ദിവസം റിലാക്സ് ചെയ്തു, അടിച്ചു പൊളിച്ചു. ഇനിയും ബാക്ക് ടു നോർമൽ ലൈഫ് അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ, നമ്മുടെ വർക്കും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടണം എന്നേ ഉള്ളൂ. അത് എടുത്താൽ എല്ലാം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.